അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ വഅൻത അർഹമുർ റഹീമീൻ. റബ്ബി തമ്മിം ബിൽ ഖൈരി വസ്സഅദ. ഏറെ പ്രിയങ്കരരായ ഫോക്കസ് അക്കാഡമിയുടെ കേട്ടറ്റ് പഠിതാക്കളെ, ഈ ഒരു ഫ്രീ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കേട്ടറ്റ് ഇത്തവണ നേടാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ പഠിതാക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാഹിലി, ഇസ്ലാമിക്, ഈ രണ്ട് കാലഘട്ടത്തിലെയും പ്രധാനപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യനുകളെ ആസ്പദമാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഭാഗം നമ്മൾ കേട്ടറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഭാഗങ്ങളാണ്. അപ്പോൾ പൊതുവെ നമുക്കറിയാം, നമ്മുടെ കേട്ടറ്റിന്റെ സിലബസിൽ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, അറബിക് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യമായി ലിറ്ററേച്ചർ ഭാഗത്ത് നോക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന രണ്ട് ഭാഗവും, ജാഹിലി ലിറ്ററേച്ചറും അതേപോലെ തന്നെ ഇസ്ലാമിക് ലിറ്ററേച്ചറും. അപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ തന്നെയാണ് എന്നർത്ഥം. എന്നാലും ചിലപ്പോൾ ചിലരൊക്കെ ടച്ച് വിട്ട ആളുകൾ ഉണ്ടാവും. അതുപോലെ പിന്നെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് ഉറപ്പിച്ച് പഠിക്കാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നൊക്കെ ഒരു ഏരിയയാണിത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഭാഗം എന്ന നിലയിൽ ഈ ഭാഗത്ത് നിന്ന് മാർക്ക് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നാണ് ആമുഖമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഓൾറെഡി നമ്മുടെ ഫോക്കസിന്റെ ഇപ്പോ പുതിയ ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലുള്ള പഠിതാക്കൾ ഒരുപക്ഷെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവരൊരു റിവിഷൻ എന്ന അർത്ഥത്തിൽ കണ്ടാൽ മതി. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ഈ ഭാഗത്തെ ക്ലാസ്സുകളൊക്കെ ലഭിച്ചു കഴിഞ്ഞു. ജാഹിലി ലിറ്ററേച്ചറിന് ഏകദേശം ഒരു 4 ക്ലാസ്സുകളിലൂടെയായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക് ലിറ്ററേച്ചറിലും അതേപോലെ തന്നെ 2 ക്ലാസ്സുകളിലൂടെയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ഭാഗവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ ആ ഭാഗം എത്രത്തോളം പഠിച്ചു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ടാൽ മതി എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒരു വെബിനാറിൽ മാത്രം പങ്കെടുത്ത് സ്വന്തമായി പഠിക്കുന്ന ആളുകളോടാണ് പ്രത്യേകമായി പറയാനുള്ളത്. നമുക്ക് ലഭിച്ച നിങ്ങളുടെ അടുക്കലുള്ള നോട്ട്സ്, അതേപോലെ തന്നെ ഇനി ഗൂഗിൾ നെറ്റ്വർക്കിലൂടെയൊക്കെ, അതായത് ഗൂഗിൾ വഴി പഠിക്കാം. പിന്നെ നിങ്ങളുടെ അടുക്കലുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന ആളുകൾ, നമ്മളെല്ലാം വാരി വലിച്ച് പഠിക്കുന്നതിനപ്പുറം പ്രധാനമായി ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. കേട്ടിട്ട് നമുക്ക് അങ്ങനെ ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ശരി, ഏതായാലും നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കറിയാം, ലിറ്ററേച്ചറിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയ നമുക്ക് പിന്നെ കേട്ടിട്ട് അതല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും വരുന്ന ഭാഗങ്ങളാണ്. അൽ അദബു ഫിൽ അസ്റിൽ ജാഹിലി, അൽ അദബു ഫിൽ അസ്റിൽ ഇസ്ലാമി, പിന്നെ തൊട്ടടുത്ത പീരീഡ് ആയിട്ടുള്ള ഉമവി കാലഘട്ടം, അബ്ബാസി കാലഘട്ടം. ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം അബ്ബാസി കാലഘട്ടം എന്ന് പറയുന്നത് അസ്റുൻ ദഹബി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ്. സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ ആ അബ്ബാസി കാലഘട്ടത്തിന് സമാന്തരമായി തന്നെ സ്പെയിനിൽ അറബി സാഹിത്യം വളർന്നിട്ടുണ്ട്. അപ്പൊ അവിടെ കുറച്ച് സാഹിത്യകാരന്മാര് നമുക്കവിടെ പഠിക്കാനുണ്ട്. അൽ അദബു ഫിൽ അസ്റിൽ ഉന്ദുലുസി. അതേപോലെ ആധുനിക കാലഘട്ടത്തിലെ
ഒരുപാട് സാഹിത്യകാരന്മാര് പലപ്പോഴും ചോദ്യങ്ങളിൽ വരാറുണ്ട്. അത് കവിതയിലായിരുന്നാലും അതേപോലെ തന്നെ ഗദ്യ സാഹിത്യത്തിലായിരുന്നാലും. ഗദ്യ സാഹിത്യത്തിൽ പറയുമ്പോൾ റിവായ, ഖിസ്വ, അൽ ഖസ്വീറ, മസ്രഹിയ, മക്കാല, ഈ 4 ഏരിയകളെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യമായിട്ടും നമുക്ക് കുറച്ച് ഉദബാക്കളെ അവിടെ ഓർത്തു വെക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇന്ത്യയിലെ പഠിതാക്കൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആളുകൾ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ അറബിക് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ കേരള ലിറ്ററേച്ചറും. അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ എപ്പോഴും നോക്കാറുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അതൊക്കെ ഒന്നുകൂടി ഒന്ന് എന്ത് ചെയ്താൽ മതി, പൊടി തട്ടിയെടുത്താൽ മാത്രം മതിയാവും. അപ്പൊ നമ്മുടെ അടുക്കലുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്ന ഏരിയ ആദ്യത്തെ 2 ഏരിയയാണ്. അൽ അദബു ഫിൽ അസ്റിൽ ഇസ്ലാമി, അതേപോലെ തന്നെ അൽ അദബു ഫിൽ അസ്റിൽ ജാഹിലി. അതിൽ ഈ 2 ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ സാധാരണ വരാറുള്ളത് ഇത്രയും ഏരിയകളിൽ നിന്നാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. ഇതിനെ ചുറ്റിപ്പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട്, അതായത് അസ്റുൽ ലുഗൽ അറബിയ, ജാഹിലി ലിറ്ററേച്ചറിന് വരുന്നത് അറബി ഭാഷയുടെ ഒറിജിൻ, അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ ബേസിക് ആയിട്ടുള്ള വിവരങ്ങളെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ. ഇപ്പോ അറബി ഭാഷ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്, ഏത് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. സെമിറ്റിക് കുടുംബത്തിലാണ് അറബി ഭാഷ വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊക്കെയാണ് സെമിറ്റിക് ഭാഷകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഭാഷകൾ എന്നുള്ളതും ചില സന്ദർഭങ്ങളിൽ ചോദിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സെമിറ്റിക് ഭാഷകൾ ഏതൊക്കെയാണ്? അപ്പൊ അത്തരം ഭാഗങ്ങളൊക്കെയാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. പിന്നെ അൽ അസ്വാഖു ഫിൽ ജാഹിലിയ, ജാഹിലി ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 2 കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് അത് വളർന്നിട്ടുള്ളത്. അതിലൊന്ന് അന്നത്തെ ഭരണാധികാരികൾ, രാജാക്കന്മാരുടെ അടുക്കൽ കവികൾ പോവും, എന്നിട്ട് അവരെ മദ്ഹ് ചെയ്ത് ജീവിച്ചിരുന്ന രൂപം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള പിന്നെ കൊട്ടാര കവികൾ എന്ന പേരിൽ അറിയപ്പെട്ട ചില കവികൾ, അതാണ് ഒരു ഏരിയ. മറ്റൊന്ന് അന്നത്തെ സൂക്കുകളാണ്. സൂക്കുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നിവിടെ ചന്ത എന്ന് പറയുന്ന അതേ സിസ്റ്റം. ആളുകൾ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുമിച്ച് കൂടുന്ന ചന്തകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രധാനപ്പെട്ട ചന്തയാണ് സൂഖ് ഉക്കാള് എന്ന് പറയുന്നത് കവികളെല്ലാം ഇതേപോലെ വെറുമൊരു കച്ചവടം എന്നതിലുപരി അന്നത്തെ സാഹിത്യകാരന്മാരെല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരു ഇടം കൂടിയായിരുന്നു. അപ്പൊ അവിടെ ഈ കവികൾ അവിടുന്ന് ഗാനം ആലപിക്കുന്നു. അതേപോലെ തന്നെ ആ കവിതയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളെ അവർ തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്ന ഒരു കേന്ദ്രമൊക്കെയാണ് അന്നത്തെ സൂക്കുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സൂക്ക് ഉക്കാദിനെ പോലെയുള്ള സൂക്കുകൾ. അപ്പോ ഏതൊക്കെയാണ് അന്നത്തെ സൂക്കുകൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ കവിതകളിലും അന്നത്തെ സാഹിത്യത്തിലൊക്കെ കാര്യമായി പ്രതിപാദിച്ചിരുന്ന പ്രതിപാദ്യ വിഷയങ്ങളിൽപ്പെട്ട ഒന്നാണ് അൽ ഹുറൂബു ഫിൽ ജാഹിലിയ, അന്നത്തെ യുദ്ധങ്ങൾ. അതിൽ ചില കവികൾ തന്നെ നേരിട്ട് ആ യുദ്ധങ്ങളിൽ പങ്കെടുത്തവരുണ്ട്. അപ്പോ ആ കവിതകളിലൂടെ അവർ ഈ യുദ്ധങ്ങളെ പരാമർശിക്കുന്നു. അപ്പൊ അതുമായി റിലേറ്റഡ് ആയിട്ട് ഇതേപോലെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ അഷ്യാറു ഫിൽ അസ്റിൽ ജാഹിലി എന്ന മൊത്തത്തിലുള്ളൊരു ഏരിയ. അപ്പൊ അതിൽ പ്രധാന ഭാഗങ്ങളാണ് ഇപ്പൊ മുഅല്ലഖാത്ത്. അതിൽ 7 പേര് ഏറ്റവും പ്രസിദ്ധരായ ആളുകളാണ്, പ്ലസ് അതിലേക്ക് 3 കൂടെ ആഡ് ചെയ്തിട്ട് 10 പേരാണ് മുഅല്ലഖാത്തിന്റെ ആളുകളായിട്ടുള്ളത്. അപ്പൊ അതിൽ ആ 10 പേരെ കുറിച്ചും നമുക്ക് നല്ലൊരു ധാരണ വേണം. കാരണം ആ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ സാധാരണ എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. പിന്നെ മറ്റൊന്ന് സ്വാലൂക്ക് കവികളെ കുറിച്ച്. അതിലിപ്പോ 4 പേരെ കുറിച്ചാണ് ഇതുവരെ ചോദ്യങ്ങളിൽ വന്നിട്ടുള്ളത്. പ്രധാനമായും അതിൽ 3 പേരാണ്, പ്ലസ് അതിലേക്ക് ഒരാൾ കൂടി, എന്ന് വെച്ചാൽ പിന്നെ അസുലൈഖ് ബിൻ സൽക്ക എന്ന് പറയുന്ന ഒരാളെ കൂടി ആഡ് ചെയ്ത് 4 പേര്. ബാക്കി 3 പേരെ എല്ലാവർക്കും അറിയുമായിരിക്കും. അതായത് ഒന്ന് തഅബ്ബത്തു ശർറ, മറ്റൊന്ന് ഉർവത്ത് ബിനുൽ വർദ്, അതേപോലെ തന്നെ അഷംഫറ. അപ്പോൾ കേട്ടറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവർ എന്ന നിലയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവരെ കുറിച്ച് നോക്കേണ്ടതില്ല. മറിച്ച് ആ പേരുകളും അതേപോലെ അവരുടെ ഗോത്രം
പിന്നെ ഷംഫറയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ലാമിയത്തുൽ അറബ് എന്ന് പറയുന്ന കവിത. ഇതൊക്കെയാണ് സാധാരണ ഇതുവരെ ഈ ഒരു ഭാഗത്ത് നിന്ന് കേട്ടറ്റിന് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അൻ നസറു ഫിൽ അസ്റിൽ ജാഹിലി, ഗദ്യ സാഹിത്യം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അന്ന് നമുക്ക് ചോദ്യങ്ങളിൽ വരുന്നത് അൽ ഖുത്തബ എന്ന ഏരിയയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട ഖത്തീബുമാർ എന്ന് പറയുമ്പോൾ അൽ ഖുത്തബ ഫിൽ അസ്റിൽ ജാഹിലി എന്ന ഭാഗത്ത് പ്രധാനമായും 2 ഖത്തീബുമാരെ കുറിച്ചാണ് ചോദിക്കാറുള്ളത്. ഒന്ന് ഖുസ്ബുൻ സാഇദ അൽ ഇയാദി, ഖുസ്ബുൻ സാഇദ അൽ ഇയാദി, അതേപോലെ തന്നെ അക്സമുബിന് സ്വൈഫി അത്തമീമി. ഇവർ 2 പേരാണ് പ്രധാനപ്പെട്ട അന്നത്തെ ഖുത്തബാക്കൾ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചില സന്ദർഭങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരാളാണ് അമ്രുബനു മഅദി കരീബ്. അമ്രുബനു മഅദി കരീബ്. ഈ 3 പേരെയാണ് നമ്മളിപ്പോ ഖുത്തബാക്കൾ എന്ന അർത്ഥത്തിൽ പ്രധാനമായി ഈ ഒരു ജാഹിലി ലിറ്ററേച്ചറിൽ നോക്കേണ്ടത്. പേര് ഒന്നുകൂടി പറയാന്ന് ചോദിച്ചാൽ സ്വാദൂക്ക് കവികളെ പേരായിരിക്കും. അതായത് ഒന്ന് തഅബ്ബത്ത ഷർറ, അതേപോലെ ഉർവത്ത് ഇബ്നുൽ വറദ്, മൂന്നാമത്തത് അഷംഫറ. ഇവർ 3 ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. പിന്നെ അസ്സുലൈക്ക് ബിനു സൽക്ക. അതിപ്പോ തഅബ്ബത്ത ഷർറ, അഷംഫറ, ഇവർ 2 പേര് എന്താ വെച്ചാൽ അവരുടെ യഥാർത്ഥ പേരൊന്നും എന്തായിരുന്നാലും നോക്കി വെക്കണം. ഒരാള് തഅബ്ബത്ത ഷർറ എന്ന് പറയുമ്പോൾ സാബിത്ത് ബിൻ ജാബിർ അൽ ഫഹ്മി. ഷംഫറ എന്ന് പറയുമ്പോൾ സാബിത്ത് ബിൻ അവാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സാബിത്ത് ബിൻ അവാസ്. ഇവർ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇനി അടുത്തത് അൽ അദബ് ഫിൽ അസ്റിൽ ഇസ്ലാമി. ഈ ഭാഗത്ത് നിന്ന് സാധാരണ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ ഇത് നമുക്ക് പൊതുവെ മിക്കവാറും എല്ലാവർക്കും അറിയുന്ന ഭാഗങ്ങളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ നോക്കിയാൽ നമുക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കും. പക്ഷെ നോക്കാതിരിക്കരുത്. കാരണം ഇപ്പൊ ഉദാഹരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് മിക്കവാറും എല്ലാവരും പഠിച്ച ഭാഗമായിരിക്കും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഹുദൈബിയ സന്ധി, അത് നടന്ന വർഷം ഏതാണ്, അതേപോലെ തന്നെ അതില് ഖുറൈശികളുടെ അല്ലെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു സന്ധിയിൽ പങ്കെടുത്ത ആളാരായിരുന്നു, ഇങ്ങനത്തെ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ നമുക്ക് ഓൾറെഡി നമ്മൾ മുമ്പൊക്കെ മദ്രസകളിൽ മറ്റൊക്കെ പഠിച്ചതായിരിക്കും. പക്ഷെ അത് ഒന്നുകൂടി എന്ത് ചെയ്യണം, ഒക്കെ നോക്കി വെക്കണം. അപ്പൊ ഇതില് ചോദ്യങ്ങൾ വരുന്നത് അൻ നസർ ഫിൽ അസ്റിൽ ഇസ്ലാമി, ഗദ്യ സാഹിത്യത്തിന്റെ ഭാഗത്ത് പ്രധാനമായിട്ട് ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ അത് ഒരു പരന്ന ഏരിയയാണ്. ഇപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട് ഏത് രൂപത്തിലും ചോദ്യം വരാം. അപ്പോ അതിലിപ്പോ ചെറിയ ചെറിയ സൂറത്തുകൾ, ആ സൂറത്തുകളുടെ പേരുകൾ അത് നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഇപ്പോൾ ചെറിയ സൂറത്തുകളിലെ ചില ആയത്തുകൾ കൊടുത്തിട്ട് ഏത് സൂറത്തിൽപ്പെട്ട ആയത്താണ് എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ ഇത് നമുക്കൊക്കെ അറിയുന്ന, നമ്മൾ സാധാരണ നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യുന്ന സൂറത്തുകളായിരിക്കും. എന്നാലും ചിലപ്പോൾ പേര് ചിലപ്പോൾ നോക്കി വെച്ചോളണമെന്നില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഫിജി ദിഹ ഹബലും മിൻ മസദ് അല്ലെ. അപ്പോ ഈ ആയത്ത് ഏത് സൂറത്തിൽപ്പെട്ടതാണ്? അല്ലെങ്കിൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. എന്നിട്ട് അവിടെ ഓപ്ഷനിൽ എന്തുണ്ടാവും, ചിലപ്പോ തവ്വാബ് എന്നോ അതേപോലെ ഫത്തഹ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ആ പേര് നോക്കി വെച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മളൊന്ന് വല്ല പാരായണം ചെയ്ത് നോക്കും. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്തഹ്. അപ്പൊ അവിടെ നസർ, സൂറത്തുൻ നസർ എന്നാണ് അതിന്റെ പേര്. പക്ഷെ അത് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫത്തഹ് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും, നേരെ അത് കൊടുക്കും. അപ്പോൾ ചെറിയ ചെറിയ സൂറത്തുകളുടെ പേരുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക. പിന്നെ അടുത്തത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുമായി ബന്ധപ്പെട്ടു, അതേപോലെ തന്നെ ഹദീസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മുഹദ്ദിസീങ്ങൾ ആരൊക്കെയാണ്? ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം, അതേപോലെ കുത്തുബുസിത്ത എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 ഹദീസ് ഗ്രന്ഥങ്ങൾ. അപ്പൊ അവയുടെ അസ്ഹാബുകൾ ആരൊക്കെയാണ് എന്നുള്ളത് നോക്കി വെക്കുക. പിന്നെ ഹദീസ് ക്രോഡീകരണം, അതിപ്പോ ഖുർആൻ ക്രോഡീകരണം അതും നോക്കേണ്ടതാണ്. ഹദീസ് ക്രോഡീകരണവും. ഖുർആൻ ക്രോഡീകരണം എന്ന് പറയുമ്പോൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് അത് നടന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു, അതൊരു മുസ്ഹഫിലാക്കി ക്രോഡീകരിച്ചു. അപ്പൊ അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തെയാണ് അത്
ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ ആ എഴുതപ്പെട്ട മുസ്ഹഫ് കോപ്പി എടുക്കുക എന്നുള്ള കർമ്മം എന്ന് വെച്ചാൽ ഒന്നുകൂടി ഇസ്ലാമിക സാമ്രാജ്യം വികസിച്ചു. അനറബികളായ ആളുകൾ ഇസ്ലാമിലേക്ക് ഒരുപാട് കടന്നു വന്നു വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ ആയിട്ട്. അപ്പോൾ അവരൊക്കെ സ്വാഭാവികമായിട്ടും ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിലെത്തി. അപ്പൊ അന്ന് എന്ത് ചെയ്തു? ഖുർആൻ പാരായണത്തിൽ വ്യത്യസ്തത കണ്ടു. എന്ന് വെച്ചാൽ യഥാർത്ഥ രൂപത്തിലല്ല പാരായണം ചെയ്യുന്നത് എന്നുള്ളത് സ്വഹാബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നെ അതെന്ത് ചെയ്തു? ഓരോരോ ദേശങ്ങളിലേക്കും കോപ്പി എടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പൊ അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അത് നടക്കുന്നത്. അതാണ് ഖുർആൻ ക്രോഡീകരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടം എന്നറിയുന്നത്. അപ്പൊ അവിടെ നസ്ഖ് ചെയ്യുക എന്നുള്ള അഥവാ ആ നിലവിൽ ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫ് വ്യത്യസ്ത കോപ്പികൾ എടുത്ത് അന്നത്തെ പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രവിശ്യകളിലേക്ക് അയക്കുക എന്നുള്ള കർമ്മമാണ് ഈ ഒരു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഈ ലാസ്റ്റ് കഴിഞ്ഞ ജൂണിൽ നടന്ന കേട്ടറ്റ് എക്സാമിനേഷൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോ ആ ഒരു ഖുർആൻ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് പിന്നെ ഹദീസ് ക്രോഡീകരണം അത് ആരംഭിച്ചത് ഏത് ഘട്ടത്തിലാണ് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഏകദേശം 2-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടു കൂടിയാണ് അത് ആരംഭിച്ചിട്ടുള്ളത്. 2-ാം നൂറ്റാണ്ടിൽ. അപ്പൊ 2-ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അതിന് ആദ്യമായിട്ട് അതിന് തുഴഞ്ഞിട്ടുള്ളത് ഇബ്നു ഷിഹാബ് അസ്സുഹരി എന്ന് പറയുന്ന മുഹദ്ദിസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ഇബ്നു ഷിഹാബ് അസ്സുഹരിയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇമാം ബുഖാരിയുടെ ഒക്കെ ഗുരുനാഥനാണ് ഇബ്നു ഷിഹാബ് അസ്സുഹരി. ആരുടെ കൽപ്പന പ്രകാരമാണ് എന്ന് മുമ്പ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇബ്നു ഷിഹാബ് അസ്സുഹരി ഹദീസ് ക്രോഡീകരണം ആരംഭിച്ചത് ആരുടെ കൽപ്പന പ്രകാരമാണ്? അത് 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട ആളുടെ കൽപ്പന പ്രകാരമാണ്. ആരാണ് 2-ാം ഉമർ? അറിയുന്ന ആളുകൾക്ക് ടൈപ്പ് ചെയ്ത് വിടാവുന്നതാണ്. 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട ആളുടെ കൽപ്പന പ്രകാരമാണ് ഇബ്നു ഷിഹാബ് അസ്സുഹരി എന്ത് ചെയ്തിട്ടുള്ളത്? ഹദീസ് ക്രോഡീകരണം ആരംഭിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഉമവി ഭരണാധികാരികളിലെ 8-ാമത്തെ ഭരണാധികാരിയായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ല, അദ്ദേഹമാണ് 2-ാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആള്. അപ്പോ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഇബ്നു ഷിഹാബ് അസ്സുഹരി എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു പിന്നെ ഹദീസ് ക്രോഡീകരണത്തിന് ആരംഭം കുറിച്ചിട്ടുള്ളത്. അതാണ് അതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഹദീസ് ഗ്രന്ഥങ്ങളിലെ ആദ്യത്തെ ഒരു പൂർണ്ണമായ ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത് അതേതാണ്? അത് ഇമാമുദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്. അത് ചോദിക്കാറുണ്ട്, ആരാണ് ഇമാമുദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെട്ട ആൾ എന്ന്. ദാറുൽ ഹിജ്റ എന്ന് പറയുന്നത് നമുക്കറിയാം മദീനയാണ്. അപ്പോ മദീനയിലെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനായിരുന്നു ഈ പറയപ്പെട്ട ആള്. ആരാണത്? ഇമാം മാലിക് റഹിമഹുല്ലയാണ്. അതെ, ഇമാം മാലിക് റഹിമഹുല്ലയുടെ മുവത്വയാണ്. മുവത്വ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, പക്ഷെ എന്താ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പൊ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഇപ്പൊ ഓപ്ഷനിൽ ഇമാം മാലിക്കിന്റെ മുവത്വ ഉണ്ടാവും. അതേപോലെ തന്നെ ചിലപ്പോൾ അവിടെ രണ്ടാമതായിട്ട് ബുഖാരി എന്ന് നൽകിയിട്ടുണ്ടാവും. പിന്നെ ഇമാം മുസ്ലിമിന്റെ അൽ ജാമിഉ സ്വഹീഹ് എന്ന് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്ത് വെച്ചാൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട സോഴ്സ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ സ്വഹീഹുൽ ബുഖാരിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ചാൽ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഏതെന്ന് ചോദിക്കുമ്പോൾ വേഗം ചെയ്യും സ്വഹീഹുൽ ബുഖാരി എന്ന് കൊടുക്കും. അതല്ല, ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം എന്ന് പറയുന്നത് അതേതാണ്? അത് ഇമാം മാലിക്കിന്റെ മുവത്വയാണ്. എന്നാൽ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സ്ഥാനത്ത് നോക്കുമ്പോൾ പ്രമാണങ്ങളിൽ രണ്ടാമത്തെ പരിഗണന നൽകുന്നത് അത് സ്വഹീഹുൽ ബുഖാരിക്കാണ്. അങ്ങനെ ഓരോന്നും വേർതിരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. അപ്പൊ പ്രവാചകരുടെ ആ ഒരു ചരിത്രം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ച ചരിത്രം ഒന്നുകൂടെ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ പ്രവാചകരുടെ പത്നിമാര്, അതേപോലെ തന്നെ അവിടുത്തെ സന്താനങ്ങൾ,
അവരൊക്കെ കുറിച്ച് ജസ്റ്റ് ഒരു ധാരണ നമുക്കുണ്ടാവണം. എത്ര ആൺമക്കളാണ് ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ എത്ര പെൺമക്കളാണ് ഉണ്ടായിരുന്നത്, ആ മക്കൾ ആരിലൂടെയാണ്, ഏത് ഭാര്യമാരിലാണ് മക്കൾ ഉണ്ടായിട്ടുള്ളത് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഒന്നുകൂടെ ഒന്ന് നോക്കി വെക്കുക. അതേപോലെ തന്നെ 2 മക്കളെ വിവാഹം ചെയ്ത ഒരു സ്വഹാബിയുണ്ട്, പ്രധാനപ്പെട്ട മൂന്നാം ഖലീഫയാണ്. ആരാണത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഒരു മകളെ വിവാഹം ചെയ്തിട്ടുള്ളത് 4ാം ഖലീഫയായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ഇതൊക്കെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പിന്നെ അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ അനുചരന്മാർ. അതില് ഏറ്റവും പ്രധാനമായിട്ട് 4 ഖലീഫമാർ, ഖുലഫ ഉർ റാഷിദീങ്ങൾ. പിന്നെ അതുപോലെ മറ്റു പ്രസിദ്ധരായ സ്വഹാബത്തിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. പിന്നെ അഷ്യാറു ഫിൽ അസ്റിൽ ഇസ്ലാമി, ഇതില് പ്രധാനമായിട്ട് മുഖ്ലറമൂൻ കവികളാണ്. എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടത്തിലും ഇസ്ലാമിക കാലഘട്ടത്തിലും ജീവിച്ച് 2 കാലഘട്ടത്തിലും കവിത എഴുതിയ ആളുകൾക്കാണ് സാധാരണഗതിയിൽ അഷ്വറ ഉൽ മുഖ്ലറമൂൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അവരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അതിൽ 4 പേരാണ് ഏറ്റവും പ്രസിദ്ധരായ ആളുകൾ. ആരൊക്കെയാണ്? ഒന്ന് ഷാഇറുൻ നബി എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത്. രണ്ടാമത് കഅബ് ഇബ്നു സുഹൈർ. മൂന്നാമത്തേത് അൽ ഹുത്വൈഅ. ഹുത്വൈഅ എന്ന് പറയുമ്പോൾ ജർവൽ ഇബ്നു ഔസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഹുത്വൈഅ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. എന്ന് വെച്ചാൽ വലിപ്പം കുറവുള്ള ഒരാളായിരുന്നു. അതാണ് അദ്ദേഹത്തിന് ആ ഒരു പേര് വരാൻ കാരണം. ഹുത്വൈഅ എന്ന് പറഞ്ഞാൽ ആകാരം കുറവുള്ള ആൾക്കാണ് പറയാം. പിന്നെ 4ാമത്തേത് ഒരു ലേഡിയാണ്. അവര് ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത് റിസായിലാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്, വിലാപ കവിതയിൽ. അതാരാണ് ആള്? തുമാലിർ ബിൻത്ത് അംർ ഇബ്നു ശരീദ്. തുമാലിർ ബിൻത്ത് അംർ ഇബ്നു ശരീദ് എന്ന് വെച്ചാൽ അതെ ഖൻസ ആണ്. ഖൻസ എന്ന പേരിലാണ് അവർ പ്രസിദ്ധി നേടിയിട്ടുള്ളത്. പക്ഷെ ഈ ഖൻസ എന്ന് നമുക്ക് അറിയും. അവരുടെ യഥാർത്ഥ പേരെന്ത് എന്ന് നോക്കി വെക്കണം. പിന്നെ അവരുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് അതൊക്കെ നമ്മൾ നോക്കി വെക്കുക. ഉദാഹരണമായിട്ട് അവരുടെ 4 മക്കൾ. ആ 4 മക്കൾ എന്ത് ചെയ്തു? ഒരു യുദ്ധത്തിലാണ് മരണപ്പെടുന്നത്. അപ്പോ ആ യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോ ഇവർ പറഞ്ഞൊരു വാചകമുണ്ട്, അൽഹംദുലില്ലാഹില്ലദീ ശറഫനി ബിഖത്ലിഹി. അപ്പൊ ആ വാചകം കൊടുത്തുകൊണ്ട് ഇതാരാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോ ചോദിക്കും ഇത് ഏത് യുദ്ധത്തിൽ അവരുടെ മക്കൾ മരണപ്പെട്ടപ്പോഴാണ് ഈ ഒരു വാചകം ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട 2 സഹോദരന്മാർ മരണപ്പെട്ടു. ആ മരണപ്പെട്ടപ്പോ അവരെ വിലപിച്ചുകൊണ്ട് കവിത പാടിയിട്ടാണ് ഇവർ ഏറ്റവും അധികം പ്രസിദ്ധി നേടിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ചോദിക്കും. ഏത് യുദ്ധത്തിലാണ് 2 സഹോദരന്മാർ മരണപ്പെട്ടത്? അതേപോലെ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഏതാണ് ആ സഹോദരൻ, അതിൽപ്പെട്ട ഒരു സഹോദരൻ ആരാണ് എന്ന് വെച്ചാൽ സൊഹർ മുആവിയ. ഇവർ 2 പേരാണ് ആ 2 സഹോദരന്മാർ. അവരെ വിലപിച്ചുകൊണ്ടാണ് ഇവർ കവിത പാടിയിട്ടുള്ളത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്ലാമിക് ലിറ്ററേച്ചർ ഡീറ്റെയിൽ ആയി പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. അപ്പോ ഈ ഏരിയകളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോക്കേണ്ടത്. ഇനി അടുത്തത് പിന്നെ ഇത്രയും ഏരിയകളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ 2 ഭാഗങ്ങളിൽ നിന്ന് നോക്കേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമുക്ക് ഏതാനും ചില ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ചർച്ച ചെയ്തു പോവാം. ആ ഏരിയയെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കൂ ഒരു ചോദ്യം. ഹുവ അത്തഅബീറു അനിൽ ഹയാത്ത് ഔ ബഅദിഹ ബിഇബാറത്തിൻ ജമീലത്തിൻ. താഴെ കൊടുത്തതിൽ ഏതോ ഒന്നിന്റെ നിർവചനമാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഏതായാലും ലിറ്ററേച്ചർ ആണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിന്നെ ആർക്കും സംശയം ഉണ്ടാവില്ല. അദബിന്റെ നിർവചനമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഹുവ അത്തഅബീർ അനിൽ ഹയാത്ത്, ജീവിതത്തെ കുറിച്ചുള്ള ആവിഷ്കാരമാണത്. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളെ കുറിച്ച് ഔ ബഅദിഹ ബിഇബാറത്തിൻ ജമീലത്തിൻ, നല്ല ഭംഗിയുള്ള വാചകങ്ങളിലൂടെ ആവിഷ്കരിക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്? അൽ അദബ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കവിയാവാം, അല്ലെങ്കിൽ ഒരു ഗദ്യ സാഹിത്യത്തിലൂടെ, ഒന്നുകിൽ കഥയിലൂടെ, അല്ലെങ്കിൽ നോവലിലൂടെ, അതല്ലെങ്കിൽ ഡ്രാമയിലൂടെ, മസ്രഹിയയിലൂടെ ഒക്കെ ഒരു സാഹിത്യകാരൻ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ അയാളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും ഭാഗങ്ങളെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്? അൽ അദബ് എന്ന് പറയുന്നത്, ലിറ്ററേച്ചർ എന്ന് പറയുന്നത്, സാഹിത്യം എന്ന് പറയുന്നത്.
കഥയാവാം, കവിതയാവാം. ഇങ്ങനെ എന്താണോ ഒരു സാഹിത്യകാരൻ എഴുതുന്നത് അതിനാണ് എന്ത് പറയുന്നത്, അദബ് എന്ന് പറയുന്നത്. അതാണ് ഹുവ അത്തഅബീറു അനിൽ ഹയാത്തി ഔ ബഅദിഹ ബിഇബാറത്തിൻ ജമീല എന്ന് പറയുന്നത്. പിന്നെ ചോദ്യം വരുന്ന, ഇതിപ്പോ കേട്ടിട്ട് തന്നെ മുമ്പ് ചോദിച്ച ഒന്നാണ്, നമ്മുടെ ലിറ്ററേച്ചറിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഓരോ കാലഘട്ടവും ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഒരു ധാരണ വേണം. ഓക്കെ. അപ്പൊ ഈ വെബിനാറിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യമൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഓൾറെഡി നമ്മളിപ്പോ നമ്മുടെ കോഴ്സിലുള്ള ആളുകൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ പുതിയ ആളുകളെ കൂടി പരിഗണിച്ചിട്ടാണ്. അപ്പൊ അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുക, ആദ്യം ക്ലാസ്സിലുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് ഒരു റിവിഷൻ ആയി കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പൊ നോക്കൂ, അൽ മഖസൂദു ബി അസ്രി സ്വദറുൽ ഇസ്ലാം എന്ന് വെച്ചാൽ, സ്വദറുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അപ്പൊ അവിടെ ഓപ്ഷൻ ഡി ആണ് എല്ലാവരും ആൻസർ ചെയ്തതുപോലെ. ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ അൽ ഫത്രത്തുൽ മുംതദ്ദ, അൽ ഫത്രത്തുൽ മുംതദ്ദ മിൻ ബിഅസത്തിൻ നബിയ്യി ഇല ആഖിരി അയ്യാമിൽ ഖുലഫാഇർ റാഷിദീൻ എന്ന് വെച്ചാൽ, അൽ ഫത്രത്തുൽ മുംതദ്ദ എന്ന് വെച്ചാൽ നീണ്ടു നിൽക്കുന്ന കാലഘട്ടം. മിൻ ബിഅസത്തിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിച്ചത് മുതൽ ഏതുവരെ, ഇല ആഖിരി അയ്യാമിൽ ഖുലഫാഇർ റാഷിദീൻ, ഖുലഫാ ഉർ റാഷിദീങ്ങളുടെ അവസാനത്തെ കാലഘട്ടം വരെ. എന്ന് വെച്ചാൽ അവസാനത്തെ ഖലീഫ എന്ന് പറയുന്നത് നമുക്കറിയാം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഷഹീദാവുന്ന കാലഘട്ടം വരെ. അത് നമ്മൾ വർഷം പറയുമ്പോൾ, ഹിജ്റ വർഷം പറയുമ്പോൾ ഏതാണ് കാലഘട്ടം, ഹിജ്റ 40 ആണ്. അപ്പോ പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിച്ചത് മുതൽ ഹിജ്റ 40 വരെയുള്ള കാലഘട്ടത്തിനാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത് വരുന്ന കാലഘട്ടം ഉമവി കാലഘട്ടമാണ്. അപ്പൊ അതും ഇസ്ലാമിക കാലഘട്ടമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ അസ്റു സ്വദറുൽ ഇസ്ലാം എന്ന് പ്രത്യേകം പറഞ്ഞത്, ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടം. ചില ഭാഗങ്ങളിൽ ഇസ്ലാമിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രവാചകത്വം ലഭിച്ചത് മുതൽ ഖുലഫാ ഉർ റാഷിദീങ്ങൾ വരെ, അത് കഴിഞ്ഞ് തൊട്ടടുത്ത ഉമവി കാലഘട്ടവും കൂടി കൂട്ടിയിട്ടെണ്ണാറുണ്ട്. അപ്പൊ ഉമവി കാലഘട്ടം എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഏത് വരെയാണ്, പിന്നെ ഹിജ്റ 132 വരെയാണ്. ഹിജ്റ 132. ഓക്കെ. അപ്പോ ഹിജ്റ 40 മുതൽ 132 വരെയാണ് ഉമവി കാലഘട്ടം. ഇനി ഇതേപോലെ ജാഹിലി കാലഘട്ടവും ചിലപ്പോൾ ചോദിക്കും. അപ്പൊ ജാഹിലി കാലഘട്ടം എന്നാണ് ആരംഭിച്ചത് എന്നാണ് ചിലപ്പോൾ ചോദിക്കാറുള്ളത്. ഏത് വരെ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് വരെ. അപ്പൊ അതിനു മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പൊ ആ മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്, എന്നാണ് തുടങ്ങിയത്, ജാഹിലി കാലഘട്ടം എന്നാണ് തുടങ്ങിയിട്ടുള്ളത്, ആർക്കും പറയാം. എന്ന് വെച്ചാൽ പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന്റെ ഏകദേശം ഒരു 150 വർഷം മുമ്പാണ് ഈ ജാഹിലി കാലഘട്ടം സാധാരണഗതിയിൽ എണ്ണാറുള്ളത്. 150 വർഷം. അതില് ചിലയിടങ്ങളിൽ 200 എന്ന് കാണാം, എന്നാലും കൂടുതലായി കാണുന്നത് 150 വർഷമാണ്. അപ്പൊ 150 വർഷം മുമ്പ് തുടങ്ങി, എന്നിട്ട് പ്രവാചകർക്ക് പ്രവാചകത്വം ലഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിനാണ് സാധാരണഗതിയിൽ അസ്റുൽ ജാഹിലി എന്ന് പറയുന്നത്. പിന്നെ അപ്പൊ അസ്റുൽ ജാഹിലി, അസ്റുൽ ഇസ്ലാമി, അസ്റുൽ ഉമവി ഭരണകൂടം 132 കൂടി കഴിഞ്ഞു. തൊട്ടടുത്ത ഭരണകൂടം എന്ന് പറയുന്നത് അബ്ബാസി കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അറബി സാഹിത്യത്തിൽ കൂടുതലായിട്ട് സംഭാവനകൾ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സാഹിത്യകാരന്മാർ, അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനും പ്രവാചക ഹദീസുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ നടന്നിട്ടുള്ള ഒരു കാലഘട്ടവുമാണ്. എന്ന് വെച്ചാൽ മുഫസ്സിരീങ്ങൾ വന്ന കാലഘട്ടം, പിന്നെ മുഹദ്ദിസീങ്ങൾ, വ്യത്യസ്ത ഹദീസ് ഗ്രന്ഥങ്ങൾ ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു അബ്ബാസി കാലഘട്ടത്തിലാണ്. അതേപോലെ ഇൽമുൻ നഹ്വില് ഒരുപാട് ഗ്രന്ഥങ്ങൾ, പിന്നെ ഇൽമുൽ അറൂള് എന്ന വൈജ്ഞാനിക ശാഖ ഉടലെടുത്തിട്ടുള്ളത്, പിന്നെ ഫിലോസഫി ഉണ്ടായിട്ടുള്ള കാലഘട്ടം, ഒരുപാട് ഫിലോസഫേഴ്സ് ഈ ഒരു കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പല വൈജ്ഞാനിക സംരംഭങ്ങൾക്കും തുടക്കം കുറിച്ചിട്ടുള്ള പ്രക്ഷോഭിതമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു അബ്ബാസി കാലഘട്ടം. അപ്പോ അത് തുടങ്ങിയിട്ടുള്ളത് ഹിജ്റ 132 എന്നിട്ട് ഏതുവരെ,
656 വരെ. ഹിജ്റ 656 വരെ. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് അസ്റുൽ ഇൻഹിത്വാത്ത് എന്ന പേരിൽ അറിയപ്പെട്ട കാലഘട്ടമാണ്. ഇൻഹിത്വാത്ത് എന്ന് പറഞ്ഞാൽ അധപതനം എന്നാണ് പറയാം. എന്ന് വെച്ചാൽ ഈ അബ്ബാസി കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, അറബി സാഹിത്യം ഒരുപാട് വളർന്നു. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ചെറിയ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ മിസ്റില് എന്ത് ചെയ്തു, നവോത്ഥാനം വന്നു. ആ നവോത്ഥാനത്തോടു കൂടി അറബി സാഹിത്യം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായി. അപ്പോ അറബി സാഹിത്യം അതിനുശേഷം ഒന്നുകൂടി വളർന്നു. അപ്പൊ ആ കാലഘട്ടത്തെയും അബ്ബാസി കാലഘട്ടത്തെയും അപേക്ഷിച്ച് അതിനിടയിലുള്ള ഈ ഒരു കാലഘട്ടം എന്ന് വെച്ചാൽ അസ്റുൽ മംലൂക്കി വൽ അത്രാക്ക്, തുർക്കികളുടെയും അതേപോലെ തന്നെ അടിമ വംശം, ഇവരുടെ കാലഘട്ടമാണ് ഈ പറയുന്ന അസ്റുൽ ഇൻഹിത്വാത്ത് എന്ന് പറയുന്ന കാലഘട്ടം. ഹിജ്റ 656 മുതൽ 1213 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തെയാണ് എന്ന് പറയുന്നത് അസ്റുൽ ഇൻഹിത്വാത്ത് എന്ന് വെച്ചാൽ അധപതനത്തിന്റെ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ളത്. അതൊരു ഈ സാഹിത്യ വർക്കുകൾ അബ്ബാസി കാലഘട്ടത്തെയും അതേപോലെ തന്നെ ഈ മോഡേൺ പീരീഡിനെയും അപേക്ഷിച്ച് വളരെ കുറവാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ രൂപത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, അറിയപ്പെട്ടിട്ടുള്ളത്. അതെ, 132 അല്ലെ ഉമവി കാലഘട്ടം എന്ന് വെച്ചാൽ ഉമവി കാലഘട്ടം അവസാനിക്കുന്നതാണ് 132. 132 അവസാനിച്ചു. പിന്നെ അവിടെ തുടങ്ങുന്നത് ഏതാണ്, അബ്ബാസി കാലഘട്ടമാണ്. അതായത് ഹിജ്റ 40 ഉമവി ഭരണകൂടം ആരംഭിച്ചു. ഹിജ്റ 40 എന്നിട്ട് ഏതുവരെ, 132 വരെ. ഹിജ്റ 40 വെച്ചാൽ അലി ഇബ്നു അബി ത്വാലിബ് വഫാത്തായി. പിന്നെ ഈ ഉമവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു ഒക്കെ ചോദിക്കുന്നതാണ്. ആരാണ് ഉമവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ? ഞാൻ പറയും, അറിയുന്ന ആരെങ്കിലും പറയും. നിങ്ങൾ പെട്ടെന്ന് പ്രതികരിച്ചാൽ നമുക്ക് പെട്ടെന്ന് കൊണ്ടിടുക. അതെ, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, മുഅസ്സിസു അൽ ഖിലാഫത്തുൽ ഉമവി, ഉമവി ഭരണകൂടത്തിന്റെ സ്ഥാപകൻ മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ്. അപ്പോ അത് മുതൽക്ക് ആരംഭിച്ച് പിന്നെ ഈ അവസാനത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് മർവാൻ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന ഭരണാധികാരിയാണ്. അത് ഹിജ്റ 132 അദ്ദേഹത്തെ വധിക്കുന്നത്. അതും ഓർത്തു വെക്കണം. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഭരണാധികാരിയൊന്നുമല്ല. അതായത് ഉമവി ഭരണാധികാരികളിൽ ഒരുപാട് നല്ല കഴിവുള്ള ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹം അങ്ങനെ ഉള്ള ആളൊന്നല്ല. എന്നാൽ അവസാനത്തെ ഭരണാധികാരി എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, അദ്ദേഹത്തെ ഓർത്തു വെക്കണം. അതോടൊപ്പം അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരനുമായി ബന്ധപ്പെട്ട് ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാഹിത്യകാരൻ ഇദ്ദേഹത്തിന്റെ എഴുത്തുകാരനായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുമായിരുന്നു. അപ്പൊ ഈ മർവാൻ ഇബ്നു മുഹമ്മദിനോടൊപ്പം തന്നെയാണ് ഇദ്ദേഹം എപ്പോഴും ഉണ്ടായിരുന്നത്. അവസാന സമയത്ത് അബ്ബാസികൾ ഈ മർവാൻ ഇബ്നു മുഹമ്മദ് എന്ന ഈ ഖലീഫയെ പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തോടൊപ്പം ആരും രക്ഷപ്പെടുന്നുണ്ട്, ഈ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. എന്ന് വെച്ചാൽ ഈ എഴുത്തുകലയുടെ, അറബിക്കിൽ എഴുത്തുകലയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫന്നു റിസാല. റിസാല എന്ന് വെച്ചാൽ മറ്റേ കത്തിടപാടിനാണ് പറയാ. അപ്പൊ അതൊരു കലയായി രൂപപ്പെടുത്തിയിട്ടുള്ള ആളാണ് ഈ അബ്ദുൽ ഹമീദ് അൽ കാത്തിബ്. അപ്പൊ ഈ അബ്ദുൽ ഹമീദ് അൽ കാത്തിബും ഇദ്ദേഹത്തോടൊപ്പം ഓടി രക്ഷപ്പെട്ടു. പക്ഷെ രണ്ടുപേരെയും പിടികൂടി. ഹിജ്റ 132 ക്രിസ്താബ്ദം 750. അങ്ങനെ മർവാൻ ഇബ്നു മുഹമ്മദിനെ പിടികൂടി അദ്ദേഹത്തെ വധിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ ആരെയും വധിച്ചു, ഈ പറഞ്ഞ അബ്ദുൽ ഹമീദ് അൽ കാത്തിബിനെയും വധിച്ചു. ഓക്കെ, അപ്പോ മോഡേൺ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 1213 മുതൽക്കാണ് ആരംഭിക്കുന്നത്. 1213. അത് ക്രിസ്താബ്ദം പറയുമ്പോഴോ 1798. 1798. നിങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ സാധാരണ ചോദിക്കുന്നതാണ്. അവിടെ ഈജിപ്തിൽ അഥവാ മിസ്റിൽ നവോത്ഥാനം തുടങ്ങിയിട്ടുള്ളത് 1798 എന്ന് വെച്ചാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് മിസ്റിലേക്ക് വരികയാണ്. അഥവാ ഫ്രഞ്ച് അധിനിവേശം ആരംഭിക്കുകയാണ് അവിടെ. പക്ഷെ അവരാ വന്ന സമയത്ത് എന്ത് ചെയ്തു, ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. സ്ഥാപനങ്ങളും മറ്റൊക്കെ അവരെന്ത് ചെയ്തു, അവിടെ തുടങ്ങി. അപ്പൊ അതിനുശേഷമാണ് പിന്നെ ഈ ഒരു അറബി സാഹിത്യത്തിൽ നവോത്ഥാനം ഉണ്ടായിട്ടുള്ളത്. ശരി, അപ്പൊ ഈ കാലഘട്ടങ്ങളെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ. അൽ ലുഗ അൽ അറബിയ മിനൽ ലുഗാത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു അസ്ലുൽ ലുഗ അൽ അറബിയ എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദ്യം ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്.
അറബി ഭാഷ ഏത് കുടുംബത്തിൽപ്പെട്ടതാണ്? ഓക്കെ, മിനൽ ലുഗാത്തി അസാമിയ എന്ന് വെച്ചാൽ സെമിറ്റിക് ഭാഷകളുടെ അല്ലെങ്കിൽ സെമിറ്റിക് കുടുംബങ്ങളിൽപ്പെട്ട ഒരു ഭാഷയാണ് ഏത്? അറബി ഭാഷ എന്ന് പറയുന്നത്. അപ്പം ഭാഷകൾ വ്യത്യസ്ത കുടുംബങ്ങളാണ് നമുക്കറിയാം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ് സെമിറ്റിക് കുടുംബം എന്ന് പറയുന്നത്. ഇന്നൽ അറബിയ ഹിയ ഇഹദ അൽ ലുഗാത്തി സാമിയ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമുബ്നു നൂഹ് എന്ന് വെച്ചാൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 2 മക്കളിൽപ്പെട്ട ഒരു മകനാണ് സാം എന്ന് പറയുന്നത്. ആ സാമുബ്നു നൂഹിന്റെ സന്താന പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഭാഷകൾക്കാണ്, അവർ ഉപയോഗിച്ച ഭാഷകൾക്കാണ് സാധാരണ സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. സാം ഇബ്നു നൂഹ് അദ്ദേഹത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഈ ഒരു ഭാഷകൾ എന്ത് പറയുന്നത്? സെമിറ്റിക് ഭാഷകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഭാഷകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഭാഷകളാണ് ഇവയൊക്കെ. അഷ്ഹറുഹ അൽ അറബിയ, അസുരിയാനിയ, അൽ അബ്രാനിയ, അൽ ഫീനിഖിയ, അൽ അഷൂരിയ, അൽ ബാബിലിയ, വൽ ഹബ്ഷിയ, വൽ ആറാമിയ. ഇത്രയുമാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകൾ. എന്നാൽ ഇവയെല്ലാം ഇന്ന് നിലനിൽക്കുന്നില്ല. അവയിൽ പലതും എന്ത് ചെയ്തു? കാലഹരണപ്പെട്ടു പോയി. കാരണം ആളുകൾ ഉപയോഗിക്കാനില്ലാതെ ചിലത് എന്ത് ചെയ്തു? ഇവിടുന്ന് കാലഹരണപ്പെട്ടു പോയി. എന്നാൽ അതിൽ ഇന്നും നിലനിൽക്കുന്ന ഭാഷകൾ പ്രധാനമായിട്ടുള്ളവ ഏതൊക്കെയാണ്? ഏതൊക്കെയാണ്? അറബി, അതേപോലെ തന്നെ ഹബ്ഷിയ, അബ്രാനിയ, സുരിയാനിയ. ഈ 4 ഭാഷകളാണ് ഇന്ന് അതിൽ നിലനിൽക്കുന്ന ഭാഷകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയാണിത് അറബി ഭാഷ എന്ന് പറയുന്നത്. കാരണം അറബി ഭാഷ നമുക്കറിയാം ഇന്നിപ്പോ ഒരുപാട് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷയാണ് അറബി ഭാഷ. അതേപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അതിന്റെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചിട്ടുള്ള ഒരു ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷ കൂടിയാണ് അറബി ഭാഷ. അല്ലെ? എത്ര ഭാഷയാണ് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുള്ളത്? അതിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് 6 ഭാഷകളാണ്. അപ്പൊ അതിൽ ഒരു ഭാഷ എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ശരി, ഒരു ചോദ്യം നോക്കാം. ലൈസത്ത് മിനൽ ലുഗാത്ത് അസാമിയ. ലൈസത്ത് മിനൽ ലുഗാത്ത് അസാമിയ, സെമിറ്റിക് ഭാഷകളിൽ പെടാത്തത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടേ ഉള്ളൂ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സെമിറ്റിക് ഭാഷകൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അല്ലെ? റോമാനിയ. റോമാനിയ എന്ന് പറയുന്നതാണ് ഇതിൽ പെടാത്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാണ്. നമ്മളെ കോച്ചിങ്ങിലുള്ള ആളുകൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇതേപോലെ നമ്മൾ ഓരോ ഏരിയയെ കുറിച്ചും അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതിനിപ്പോ കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. കോച്ചിങ് എന്ന് പറയുന്നത് നമുക്ക് എന്താ വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടി മെറ്റീരിയൽസ്, അതേപോലെ തന്നെ ക്ലാസ്, ഇതൊക്കെ കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. പഠിക്കേണ്ടത് ആര് തന്നെയാണ്? നമ്മൾ കേട്ടിട്ട് നേടേണ്ട, എഴുതേണ്ട നമ്മൾ ഓരോരുത്തരാണ് പഠിക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ഇപ്പൊ സ്വന്തമായിട്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും താരീഖുൽ അദബിന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മെറ്റീരിയൽസ് ഒക്കെ സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. വേണ്ടത് എന്താണ്? ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശരിക്ക് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചാൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ശബ്ദം കൂട്ടോ മാഷെ? ശബ്ദം കുറവുണ്ട്. ശബ്ദം കുറവുണ്ടോ? ഇല്ലല്ലോ. ക്ലിയറാ. ഒന്നുകൂടി ലെഫ്റ്റ് ആയിട്ട് റീജോയിൻ ചെയ്ത് നോക്കിയാൽ ക്ലിയർ ആവേണ്ടതാണ്. ചിലപ്പോ നെറ്റ്വർക്ക് എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഈ വർഷം കാറ്റഗറി 4 ചോദിച്ച ഒരു ചോദ്യമാണ്. നോക്കൂ, അൽ ലുഗ അൽ അറബിയ ഇഹദ അൽ ലുഗാത്തി റസ്മിയ ഫി മുനള്ളിമത്തിൽ ഉമമിൽ മുത്തഹിദ. മുനള്ളിമ അൽ ഉമമിൽ മുത്തഹിദ എന്ന് വെച്ചാൽ UNO, ഐക്യരാഷ്ട്രസഭ. ഐക്യരാഷ്ട്രസഭയുടെ റസ്മിയായ ഭാഷ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒഫീഷ്യൽ ഭാഷ. ഒഫീഷ്യൽ ഭാഷകളിൽ പെട്ടതാണ് ഇത് അറബി ഭാഷ. അപ്പോ അതില് ടോട്ടലി എത്ര ഒഫീഷ്യൽ ഭാഷയാണ് ഉള്ളത് എന്നാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത്. എന്നുവെച്ചാൽ 6 ഒഫീഷ്യൽ ഭാഷയാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? അപ്പോ ആ 6 ഒഫീഷ്യൽ ഭാഷയിൽപ്പെട്ട ഒരു ഭാഷയാണ് ഏത്? അൽ ലുഗ അൽ അറബിയ, അറബി ഭാഷ. അപ്പൊ നമ്മളിപ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള സംഗതിയാണ്, ഏതൊക്കെയാണ് ഇപ്പൊ ആ ഒരു അറബി ഭാഷ ഉൾക്കൊള്ളുന്ന ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച ബാക്കിയുള്ള ഭാഷകൾ എന്ന് പറയുന്നത്? ഒന്ന് അൽ ലുഗ അൽ അറബിയ. അത് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത് 1973
1973 ഈ ഒരു ഐക്യരാഷ്ട്രസഭ അതിന്റെ ഔദ്യോഗിക ഭാഷയായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. 1973. പിന്നെ ബാക്കി ഭാഷകൾ അൽ ലുഗ അൽ ഇൻജിലീസിയ, അൽ ലുഗ അൽ ഫറൻസിയ, ഫ്രഞ്ച് ഭാഷ, പിന്നെ അൽ ലുഗ അൽ ഇസ്ബാനിയ, പിന്നെ അൽ ലുഗ അർ റൂസിയ, റഷ്യൻ ഭാഷ, മറ്റത് സ്പെയിനിലെ ഭാഷയാണ് അൽ ലുഗ അൽ ഇസ്ബാനിയ, അൽ ലുഗ അസ്വീനിയ എന്ന് വെച്ചാൽ ചൈനീസ് ഭാഷ. ഇത്രയുമാണ് ഈ ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച അതിന്റെ ഔദ്യോഗിക ഭാഷകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ കേട്ടറ്റൊക്കെ നേടി ഒരുപക്ഷെ ഇപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അധ്യാപകരായിട്ടുള്ള ആളുകൾ. അവരിപ്പോ കേട്ടിട്ട് എങ്ങനെയെങ്കിലും നേടണം എന്ന നിലയിൽ നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് പ്രിഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം പിന്നെ കേട്ടറ്റൊക്കെ ഇനിയിപ്പോ നേടിയാലും ചിലപ്പോൾ എന്ത് ചെയ്തോളണമെന്നില്ല, അറബി ഭാഷയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അധ്യാപകരാവാനോ ഒന്നും സാധിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഈ ഒരു ഭാഷ പഠിക്കാൻ നമുക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം ലോകത്ത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച 6 ഭാഷകളിൽപ്പെട്ട ഒരു ഭാഷ നമ്മൾ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ വക്താക്കളാവുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു കാര്യമല്ല, അല്ലെ? വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ആ രൂപത്തിലും നമുക്ക് സമാധാനിക്കാം. അതിനേക്കാളൊക്കെ ഉപരി ഖുർആനിന്റെ ഹദീസിന്റെ ഭാഷയാണ് ലുഗത്തുൽ ജന്ന എന്ന പേരിലൊക്കെ നമുക്ക് എല്ലാം കൊണ്ടും മഹത്തായ ഒരു ഭാഷയാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മിൻ ഹസ്വാഇസി അശ്ശഅരിൽ ജാഹിലി. അടുത്തൊരു ചോദ്യം. മിൻ ഹസ്വാഇസി അശ്ശഅരിൽ ജാഹിലി, ജാഹിലി കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതകളിൽ പെട്ടത്. ഓരോരോ കാലഘട്ടത്തിലെയും കവിതകൾക്ക് ഓരോരോ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പൊ അതിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വഹദത്തുൽ ബൈത്ത്. വഹദത്തുൽ ബൈത്താണ് മിൻ ഹസ്വാഇസി അശ്ശഅരിൽ ജാഹിലി. വഹദത്തുൽ മൗളു എന്ന് പറഞ്ഞാൽ ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്. വഹദത്തുൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ഓരോ ബൈത്തും അതിലെന്ത് ചെയ്യും? വ്യത്യസ്തമായിരിക്കും. എന്ന് വെച്ചാൽ ഒരു ബൈത്തിന്റെ അനുബന്ധം ആയിക്കൊള്ളണം എന്നില്ല അടുത്ത ബൈത്ത്. എന്നുവെച്ചാൽ ഓരോരോ വിഷയങ്ങളായിരിക്കും അതിന്റെ പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുണ്ടാവുക. അല്ലെ? ഇപ്പൊ സാധാരണ എന്ത് ചെയ്യും? ആദ്യത്തെ കവിത ആരംഭിക്കുന്നത് ഒരു പക്ഷേ അവരുടെ ഹബീബത്തിന്റെ കൂടെ ജീവിച്ചിരുന്ന സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ആ ഹബീബത്തുമായി ബന്ധപ്പെട്ട വീടോ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക. പിന്നെ അത് അവിടെ അങ്ങനെ പോയിട്ട് അവരുടെ ഗോത്രത്തിന്റെ മഹിമകൾ പറയുന്നുണ്ടാവും. എതിർ ഗോത്രത്തെക്കുറിച്ച് അവിടെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കവിതകൾ ഉണ്ടാവും. യുദ്ധങ്ങളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോരോ വിഷയങ്ങളായിരിക്കും ഓരോരോ വരികളിലൂടെ വരിക. അപ്പോൾ അത് അക്കാലഘട്ടത്തിലെ കവിതയുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ്. തത്തസിമ മൗദൂഅത്ത് ഷിയാനിൽ ജാഹിലി ബി അന്നഹ. ഇതൊരു വേറെ വർഷം ജനുവരിയിൽ ചോദിച്ച ചോദ്യമാണത്. ഈ വർഷം തന്നെ ജനുവരിയിൽ ചോദിച്ചത്. തത്തസിമു മൗദൂഅത്ത് ഷിയാനിൽ ജാഹിലി ബി അന്നഹ എന്ന് വെച്ചാൽ ജാഹിലി കാലഘട്ടത്തിന്റെ കവിതകൾ അതിന്റെ വിഷയത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടത് തന്നെയാണ് ഇവിടെയും ചോദിച്ചത്. പ്രധാനമായിട്ടും ഓരോ കവികളും അവരുടെ അവരുമായി റിലേറ്റഡ് ആയ കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകിയിരുന്നത്. അപ്പോ സ്വന്തത്തെക്കുറിച്ച് അതേപോലെ തന്നെ അവരുടെ ഗോത്രത്തെക്കുറിച്ച് ഒക്കെ പരാമർശിച്ചുകൊണ്ടാണ് കാര്യമായിട്ടും കവിതകൾ രചിച്ചിട്ടുള്ളത്, നമുക്കറിയാം. ഓക്കെ, എന്നുവെച്ചാൽ റാത്തിയ ഖാസ്വ അതാണ് ജാഹിലി കാലഘട്ടത്തിന്റെ വിഷയങ്ങളുടെ പ്രധാന പ്രത്യേകതകളിൽ ഒന്ന് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതിയാണ് ജാഹിലി കാലഘട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. സിമ്പിളായൊരു ചോദ്യമാണ്. ഇപ്പൊ കാലഘട്ടത്തെ കുറിച്ച് ചെറിയൊരു ധാരണ നമുക്കുണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ ഇപ്പോ ജാഹിലി കാലഘട്ടം എന്ന് പറഞ്ഞാൽ അൽ അസ്റുൽ ഇസ്ലാമി, അൽ അസ്റുൽ ലദി സബഖൽ ഇസ്ലാം, അൽ അസ്റുൽ അബ്ബാസി, അൽ അസ്റുൽ ഉമവി. ഓക്കെ, അൽ അസ്റുൽ ലദി സബഖൽ ഇസ്ലാം അതിൽ തന്നെ ഏകദേശം ഒരു 150 വർഷം മുമ്പ് ആരംഭിച്ചു എന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് വൺ, ഇഖ്തരി തസ്രീഹ് അസ്വഹീഹ് മിനൽ മജ്മുഅത്തിൽ ആത്തിയ. താഴെ കൊടുത്തതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അതിൽ കുറച്ച് സാഹിത്യകാരന്മാരെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്.
പ്രധാനപ്പെട്ട ആളുകളാണ്. അപ്പൊ അവരുമായി റിലേറ്റഡ് ആയ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതിൽ ശരിയായത് ഏതാണെന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അബുൽ അസ്വദ് ദുഅലി ഷാഇറുൻ ജാഹിലിയുൻ, അൽ ഹാരിസ് ഇബ്നു ഹല്ലിസ ഷാഇറുൻ അബ്ബാസിയുൻ, ത്വറഫത്ത് ബിൻ അബ്ദ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്, അൻതറത്ത് ബിൻ ഷിദ്ദാദ് ഖതീബുൻ മഷ്ഹൂർ. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. അത് തന്നെയാണ് കറക്റ്റ് ആൻസർ, ത്വറഫത്ത് ബിൻ അബ്ദ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്. അപ്പോൾ ബാക്കിയുള്ളതിലൊക്കെയുള്ള തെറ്റ് എന്താണ്? അബുൽ അസ്വദ് ദുഅലി, അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു കവിയാണ്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പഠിക്കുന്നത് ഇൽമുൻ നഹ്വിന്റെ വാല്യ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന പ്രകാരം ഇൽമുൻ നഹ്വ്, അറബിക് ഗ്രാമർ, അത് ആദ്യമായിട്ട് അതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് ആര്? അബുൽ അസ്വദ് ദുഅലി. അദ്ദേഹം ഒരിക്കലും ഷാഇറുൻ ജാഹിലി അല്ല, ജാഹിലി കാലഘട്ടത്തിലെ കവിയല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ പ്രധാന വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു വാദിഉ ഇൽമിൻ നഹ്വ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇദ്ദേഹത്തെ നമ്മൾ ഇസ്ലാമിക കാലഘട്ടത്തിലാണ് സാധാരണഗതിയിൽ എന്താറുള്ളത്, എണ്ണാറുള്ളത്. ഇനി ഹാരിസ് ഇബ്നു ഹല്ലിസ, ഹാരിസ് ഇബ്നു ഹല്ലിസ എന്ന് പറയുന്നത് ഷാഇറുൻ അബ്ബാസി, അതും ശരിയല്ല. കാരണം അദ്ദേഹം മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്, അപ്പോ ജാഹിലി കവിയാണ്. ത്വറഫത്ത് ബിൻ അബ്ദ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്, അത് ശരിയാണ്. അൻതറത്ത് ബിൻ ഷിദ്ദാദും ഇതേപോലെ തന്നെ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്, എന്ന് വെച്ചാൽ അന്നഹു ഷാഇറുൻ മഷ്ഹൂറുൻ ഫിൽ അസ്റിൽ ജാഹിലി. ഖതീബായിരുന്നില്ല. ഫി അയ്യി ബഹരിൻ മുഅല്ലഖ ഇംറുൽ ഖൈസ്, ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖ ഏത് ബഹറിലാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ മുഅല്ലഖ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോ 10 മുഅല്ലഖയിലെയും ആളുകളെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം. 10 മുഅല്ലഖയിലെയും ആളുകളെ കുറിച്ച്. ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തതുപോലെ ഓപ്ഷൻ എ ആണ്, അത്വീൽ. അത്വീൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ആദ്യ വരി അതേതാണ്? ഖിഫാ നബിക മിൻ ദിക്റ ഹബീബിൻ വമൻസിലി എന്ന് തുടങ്ങുന്ന വരിയാണ്. അപ്പോ നമുക്കിപ്പോ ഈ ത്വീൽ എന്ന ബഹർ, ആ ബഹറിലാണ് മുഅല്ലഖയിലെ 3 പേരുടെ മുഅല്ലഖ രചിച്ചിട്ടുള്ളത്. ഒന്നാരുടേത്? ഈ പറഞ്ഞ ഇംറുൽ ഖൈസിൻ്റെത്. പിന്നെ സുഹൈർ ബിൻ അബി സുൽമ, ത്വറഫത്ത് ബിൻ അബ്ദ്, ഈ 3 പേരുടെയും ത്വീൽ എന്ന ബഹറിലാണ്. അപ്പൊ നമുക്ക് സാധാരണ എക്സാമുകൾക്ക് എന്ത് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ഒരു വരി തന്നിട്ട് അതിന്റെ ബഹർ ഏത് എന്ന് ചോദിക്കും. വെച്ചാൽ അറൂലുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് അറൂലും അതേപോലെ ഈ ലിറ്ററേച്ചറും രണ്ടും പഠിക്കാനുള്ളതായത് കൊണ്ട് തന്നെ പ്രസിദ്ധമായ ഇത്തരം വരികൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചൊല്ലിപ്പഠിക്കുക. അതിൽ ഒരു വരി മാത്രം നോക്കി വെച്ചാൽ മതി. എന്നുവെച്ചാൽ ഈ മുഅല്ലഖയിലെ ത്വീൽ എന്ന ബഹറിലെ 3 വരികൾ, എന്നിട്ട് അതിന്റെ ത്വീൽ എന്ന ബഹറിന്റെ വസ്ൻ എന്ന് പറയുന്നത് ഫഊലുൻ മഫാഈലുൻ എന്നുള്ളതാണ്. അപ്പൊ ഫഊലുൻ മഫാഈലുൻ എന്നുള്ളതും ചൊല്ലിപ്പഠിക്കുക. എന്നിട്ട് അതിനോട് ചേർത്ത് തന്നെ ഖിഫാ നബിക മിൻ ദിക്റ എന്ന് പറയുന്ന വരി. ഇനി സുഹൈർ ബിൻ അബി സുൽമയുടെ അമിൻ ഉമ്മി ഔഫാ ദിംനത്തുൻ ലം തകല്ലമി എന്ന് പറയുന്ന വരി. ത്വറഫയുടെ ലി ഖൗലത അത്ലാലുൻ ബിബുർഖതി സഹമദി എന്ന് തുടങ്ങുന്ന വരി. ഈ 3 വരികളും. ഇനി അതേപോലെ പ്രസിദ്ധമായ വേറെ ഏതെങ്കിലും ത്വീൽ എന്ന ബഹറിലുള്ള വരികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനോട് ചേർത്ത് നമ്മൾ ചൊല്ലിപ്പഠിച്ചാൽ ത്വീൽ എന്ന ബഹറിൽ പിന്നെ വരുന്ന ഏതെങ്കിലും വരി നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൊല്ലി നോക്കിയാൽ തന്നെ അതിന്റെ ബഹർ ഏത് എന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ അതൊക്കെയാണ് അറൂല് പഠിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഏതിനും നമുക്ക് ഓരോരോ വഴികൾ ഉണ്ടാവും. അപ്പൊ അതിൽപ്പെട്ട അറൂല് പഠിക്കാൻ നമുക്ക് ഏറ്റവും സിമ്പിളായ മെത്തേഡ് എന്ന് പറയുന്നത് അതാണ്. ഇതേപോലെ പ്രസിദ്ധമായ കവിതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് ചൊല്ലിപ്പഠിക്കാം. ശരി, അടുത്തൊരു ചോദ്യം. ഇവിടെ ഒരു വരി കവിതയാണ് നൽകിയിട്ടുള്ളത്. ഇതും ഈ വർഷം തന്നെ ചോദിച്ചതാണ്. ഇതിന്റെ ബഹർ ഏത് എന്നാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചത്. അപ്പൊ ഇത് പിന്നെ ചിലപ്പോൾ ഈ വരികൾ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഇതിന്ന ആളുടെ വരിയാണ്, അതുകൊണ്ട് അത് ഏത് ബഹറിൽ പെട്ടതാണ് എന്നുള്ളത് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ എ ആണ് അല്ലെ. ഇത് ആരുടെ വരിയാണ്? അതെ, ഇംറുൽ ഖൈസിന്റെ ആ മുഅല്ലഖയിൽപ്പെട്ട ഒരു വരി തന്നെയാണ്.
എന്നുവെച്ചാൽ മുഅല്ലഖയിലെ ഒരു 4-5 വരികൾ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ആ വരികൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഒന്നിപ്പോ ആദ്യത്തെ വരി, അതേപോലെ തന്നെ ഈ വരി, പിന്നെ കുതിരയെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വരികയുണ്ട്. അങ്ങനെ സാധാരണ എപ്പോഴും ചോദിക്കുന്ന ചില വരികളിൽപ്പെട്ട ഒരു വരിയാണിത്. വലൈലിൻ കമൗജിൽ ബഹരി അർഖാസു ദൂലഹു അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി. എന്നുവെച്ചാൽ ഇദ്ദേഹത്തിന് ഒരുപാട് ഇദ്ദേഹത്തിന്റെ വേദനകൾ, അല്ലെ, ഇദ്ദേഹത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് നമുക്കറിയാം. ഇദ്ദേഹത്തിന്റെ ഹബീബത്തുമായി ബന്ധപ്പെട്ട വേദനകളാണ്. അപ്പോ ആ വേദനകളാണ് ഇദ്ദേഹം ചെയ്യുന്നത്, പറയുന്നത് വലൈലിൻ ഖമൗജിൽ ബഹരി അർഖാ സുദൂലഹു. എത്രയെത്ര രാവുകളാണ്. ആ രാവുകളൊക്കെ തനിക്ക് മുമ്പിൽ എന്ത് ചെയ്യുന്നു, ഒരു മൗജുൽ ബഹറിനെ പോലെ. മൗജുൽ ബഹർ എന്നുവെച്ചാൽ തിരമാലകൾക്ക് സമാനമായ എത്രയെത്ര രാത്രികൾ. അത് അതിന്റെ കർട്ടണുകൾ താഴ്ത്തിയിട്ടിരിക്കുന്നു. അർഖ സുദൂലഹു. ആരുടെ മേൽ? അലയ്യ, എന്റെ മേൽ. എങ്ങനെയുള്ള കർട്ടണുകളാണ് എന്നുവെച്ചാൽ ലൈലിനെ ഇവിടെ മൗജുൽ ബഹറിനോടാണ് ഉപമിക്കുന്നത്, തിരമാലകളോട്. രണ്ടിന്റെയും പ്രത്യേകത എന്താ? ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയാണ്, കൂരാകൂരിട്ട് സ്വാഭാവികമായിട്ടും അതിൽ ഒറ്റപ്പെട്ടാൽ പേടിയായിരിക്കും ഉണ്ടാവുക. മൗജുൽ ബഹറും അതേപോലെ തന്നെയാണ്. അതിനുള്ളിൽ എന്താണ്? ഇതേപോലെ കൂരാകൂരിട്ടാണ് ഉണ്ടാവുക. അപ്പോ ഇതിനെ സമാനമായ വേദനകളാണ് എനിക്ക് എന്ത് ചെയ്യണത്, ഈ എന്റെ ജീവിതത്തിലുള്ളത്. അലയ്യ ബി അൻവാഇൽ ഹുമൂമി ലിയബ്തലി. വ്യത്യസ്തമായ സങ്കടങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വേദനകൾ കൊണ്ട് എന്നെന്ത് ചെയ്യുന്നു, എന്റെ മേൽ അത് എന്റെ കർട്ടണുകൾ താഴ്ത്തിയിട്ടിരിക്കുന്നു. വെച്ചാൽ വേദനകൾ കൊണ്ട് എന്നെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ലിയബ്തലിയ, എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഏതായാലും ഇവിടെ തൊവീൽ എന്ന ബഹറിലാണ് ഈ ഒരു കവിത രചിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് ഇതേപോലെ തന്നെ കാറ്റഗറി 3ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാറ്റഗറി 3ക്ക് അതും ഈ വർഷം 2025 ജനുവരിയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു വരി കവിത തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇത് ആരുടെ വരിയാണ് എന്നുള്ളത് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇത് കിട്ടും. ആരുടെ വരിയാണിത്? ഇതാരുടെ വരിയാ? മീമിൽ അവസാനിക്കുന്നത് ആരുടെ മുഅല്ലഖയാണ്? സുഹൈർ ഇബ്നു അബീ സുൽമയുടെ മുഅല്ലഖയിൽപ്പെട്ടതാണ്. അപ്പോ ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലം യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. ഹാദൽ ബൈതു മിനൽ മുഅല്ലഖത്തിൽ മഷ്ഹൂറ ലി സുഹൈർ ഇബ്നു അബീ സുൽമ. സുഹൈർ ഇബ്നു അബീ സുൽമയുടെ മുഅല്ലഖയിൽപ്പെട്ട ഒരു വരിയാണിത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ പ്രസിദ്ധമായ വരികളൊക്കെ നമ്മൾ ചൊല്ലി പഠിച്ച ശീലമുണ്ടെങ്കിൽ നമുക്ക് ഈ ബഹറുകളൊക്കെ വേർതിരിക്കാൻ, ഒരുപക്ഷെ ചിലപ്പോ ഇങ്ങനെ പ്രസിദ്ധമായ നമ്മൾ അറിഞ്ഞ വരികളായിക്കോണം എന്നില്ല ചിലപ്പോ തരുമ്പോ. ഇപ്പോ ഈ സമീപകാല എക്സാമുകളിലൊക്കെ കേട്ടത്തിന് വരുന്ന ചില ബൈത്തുകൾ നമ്മൾ നെറ്റിൽ പോലും തെരഞ്ഞാൽ കിട്ടാത്ത വരികളാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ എഴുതിയിട്ടുള്ള ഏതെങ്കിലും കവികളുടെ കവിതകളോ ഒക്കെയാണ് ചിലപ്പോൾ ചോദിക്കാറുള്ളത്. അപ്പൊ അത് നമ്മൾ നെറ്റിൽ തെരഞ്ഞാലും ചിലപ്പോൾ കിട്ടൂല. കാരണം പഴയകാല കവിതകളൊക്കെ എങ്ങനെയായാലും നമ്മൾ നെറ്റിൽ തെരഞ്ഞാൽ കിട്ടും. പക്ഷെ ഇത്തരം കവിതകൾ കിട്ടൂല. അപ്പം അങ്ങനത്തെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ബഹറുകളെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസിദ്ധമായ ഇത്തരം വരികൾ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. സുഹൈർ തൊവീല്, അതേപോലെ ഇമ്രുൽ ഖൈസ് തൊവീല്, തൊറഫ തൊവീല് എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അൻതറ കാമില്, അതേപോലെ ലബീദ് കാമിൽ എന്നൊക്കെ പഠിച്ചു വെച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കവിതകളാണ് ചോദിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ആൻസറിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അതല്ലാത്ത വരികൾ തന്നാലും നമുക്ക് വേർതിരിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 16 ബഹറുകളും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അങ്ങനെ ചൊല്ലി പഠിച്ചോളണമെന്നില്ല. എന്നാൽ പ്രധാനപ്പെട്ട ഇത്തരം ബഹറുകൾ അഥവാ തൊവീല്, ബസീത്ത്, വാഫിർ, കാമില് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായ ബഹറുകളും അവയുടെ വസ്നുകള്, പിന്നെ അവക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഓരോരോ കവിതകളുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൊല്ലിപ്പടിക്കുക എന്ന് പറയുമ്പോൾ തൊവീൽ എന്ന ബഹറിൻ്റെത് ഫഊലുൻ മഫാഇലുൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതെ, ഫഊലുൻ മഫാഇലുൻ. അപ്പൊ അവിടെ തൊവീലുൻ ലഹു ദൂനൽ ബുഹൂരി ഫളാഇലു ഫഊലുൻ മഫാഇലുൻ ഫഊലുൻ മഫാഇലു ഖിഫാ നബ്കി മിൻ ദിക്റാ ഹബീബിൻ വമൻസിലി ബിസിഖ്തിൽ ലിവാ ബൈന ദഖൂലി ഫഹൗമലി. ഇനി അതിൽ തന്നെ നേരെ സുഹൈർ ഇബ്നു അബീ സുൽമയുടേത് അമിൻ ഉമ്മി ഔഫാ ദിംനതുൻ ലം തകല്ലമി ബിഹൗമാനതി ദർറാജി ഫൽ മുതസല്ലമി
لخولة أطلال ببرقات سحمد تلوح كباقي الوشم في ظاهر اليد لسان الفتى نصف ونصف فؤاده فلم يبق إلا صورة اللحم والدم. പിന്നെ വലൈലിൻ കമൗജിൽ ബഹരി അർഖാ സുദൂലഹു അലയ്യ ബിഅൻവാഇൽ ഹുമൂമി ലിയബ്തലി. ഇതൊക്കെ വ്യത്യസ്ത വരികളാണ്, പക്ഷെ എല്ലാം നമുക്ക് ഒരേപോലെ പാടാൻ കഴിയുന്നത് അത് ഒരേ ബഹറുകൾ രചിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്ഷനിൽ അല്ല ഒരു വരി തന്നിട്ട് അതിന്റെ ബഹർ ഏതെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിലും തൊവീൽ എന്ന ബഹർ ചൊല്ലി പഠിച്ച ആള് ആ ഓപ്ഷനിൽ തൊവീൽ എന്ന ബഹർ എന്നുണ്ടെങ്കിൽ അല്ലെ വസൻ ഉണ്ടെങ്കിൽ നമുക്ക് ചൊല്ലി നോക്കിയാൽ അതാണോ അല്ലേ എന്നെങ്കിലും വേർതിരിക്കാൻ പറ്റും. അതേപോലെ ഇനിയിപ്പോ ബസീത്ത് ആണെങ്കിൽ ബസീത്ത്, അപ്പോ ആ ബസീത്തിന്റെ വസ്ന് മുസ്തഫ്ഇലുൻ ഫാഇലുൻ എന്നാണ്. ഇന്നൽ ബസീത ലദൈഹി യുബ്സത്തുൽ അമലു മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു വദ്യ ഹുറൈറത ഇന്നർ റക്ബ മുർതഹിലു വഹൽ തുതീഖു വിദാ അൻ അയ്യുഹർ റജുലു എന്ന് വെച്ചാൽ അത് ആരുടെ മുഅല്ലഖയാണ്? ആയിഷയുടെ മുഅല്ലഖയാണ്. അതിനോട് ചേർത്ത് പിന്നെ ഒരാളുടേത് കൂടി ഇതേപോലെ ബസീത്ത് എന്ന ബഹറിൽ നമുക്ക് ചൊല്ലാൻ കഴിയുന്നതുണ്ട്. അതാരുടേതാണ്? നാബികയുടേതാണ്. നാബികയുടേത്. അപ്പോ നാബികയുടേത് യദാറമയ്യത ബിൽ അൽയാഇ ഫസ്സനദി അഖ്വത് വതല അലൈ ഹസാലിഫുൽ അബദി മുസ്തഫ്ഇലുൻ ഫാഇലുൻ മുസ്തഫ്ഇലുൻ ഫാഇലു. ഇനി അതിലേക്ക് പ്രസിദ്ധമായ ഇത്തരം വരികൾ ഇപ്പോ സാധാരണ ചോദിക്കുന്നതാണ് ബുർദ, ബുർദത്തു കഅബ് ഇബ്നു സുഹൈർ, അതേപോലെ തന്നെ ബുർദത്തുൽ ബൂസീരി. അപ്പൊ ഇതിലൊക്കെ അതിന്റെ ഓരോ വരികൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ ചൊല്ലിപ്പഠിക്കുക. എന്ന് വെച്ചാൽ അതും ബസീത്ത് എന്ന ബഹറിലാണ് വരുന്നത്. അപ്പോ ബാനത് സുആദ്, ബാനത് സുആദു ഫഖൽ ബിൽ യൗമി മത്ബൂലു എന്ന് തുടങ്ങുന്ന വരി. പിന്നെ ഇനി ഇമാം ബുസീരിയുടെ ബുർദയിലെ ഏതെങ്കിലും ഒരു വരി, അമിൻ തദക്കുറി ജീറാനിൻ ബിദി സലമി എന്ന് തുടങ്ങുന്ന വരിയോ ഏതെങ്കിലും ഒരു വരി നമ്മൾ എന്ത് ചെയ്യുക, ഇതിനോട് അനുബന്ധമായിട്ട് ചൊല്ലിപ്പഠിച്ചു വെക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ബഹറും കൂടി അല്ലെങ്കിൽ ബഹറിലെ ഏതെങ്കിലും ഒരു കവിത എന്ന് അതിന്റെ ബഹർ ഏത് എന്ന് ചോദിക്കുമ്പോൾ വേർതിരിക്കാനുള്ള ഏറ്റവും സിമ്പിളായ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക, ഇതിനോട് അനുബന്ധമായിട്ട് നമ്മൾ ചേർത്ത് പഠിച്ചു പോവാം. ശരി, ഇനി അടുത്തത് മുഅല്ലഖയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്, നമ്മൾ പറഞ്ഞു. അതിലിപ്പോ ഒരു ചോദ്യമാണിത്. മുഅല്ലഖ ഈ വർഷം ജനുവരിയിൽ ചോദിച്ചതാണ്. വ്യത്യസ്ത നാമങ്ങളിൽ അറിയപ്പെടുന്നു. അതിൽപ്പെട്ട ഒരു പേരാണ് ഇവിടെ ചോദിച്ചത്, മുദഹബാത്ത് എന്ന പേരിൽ. ദഹബ് നമുക്കറിയാം സ്വർണമാണ്. അപ്പോ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ ലിപികളാൽ എഴുതിയിട്ടുള്ള എന്താണ് പട്ടുകളിൽ എഴുതിയിട്ടാണ് അതെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കഅബയുടെ ചുമരുകളിൽ തൂക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോ മുഅല്ലഖാത്തിന്റെ മറ്റു പേരുകൾ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കി വെച്ചാൽ മതി. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള 3 പേരുകൾ? അസ്സബഉ തിവാൽ, അസ്സുമൂത്ത്, അൽ മുദഹബാത്ത്. ഇതൊക്കെ അതിന്റെ പേരുകളിൽ പെട്ടതാണ്. പിന്നെ മുഅല്ലഖാത്ത് എന്ന് പറയുന്നതും അതിന്റെ മറ്റൊരു പേര് അല്ലെ, മുഅല്ലഖാത്ത്. സബഉ തിവാൽ എന്ന് വെച്ചാൽ അതിലേറ്റവും പ്രസിദ്ധമായ 7 കവിതകളാണ്. അവ ഒക്കെ ദൈർഘ്യമേറിയ കവിതകളാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തൂൽ എന്ന് പറഞ്ഞാൽ നീളമുള്ളത് എന്നാണല്ലോ. അപ്പൊ ദൈർഘ്യമായ കവിതകൾ, അങ്ങനെയുള്ള 7 കവിതകൾ എന്ന അർത്ഥത്തിലാണ് അസ്സബഉ തിവാൽ. സിംതുൻ ജമ്മാണ് സുമൂത്ത്. സുമൂത്ത് എന്ന് വെച്ചാൽ സ്ത്രീകള് ഈ കഴുത്തിലൊക്കെ അണിയുന്ന വളരെ വിലപിടിപ്പുള്ള മുത്തുകൾ കൊണ്ട് പവിഴം കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങൾക്കാണ് സാധാരണ അസ്സുമൂത്ത് എന്ന് പറയാം. അപ്പൊ അത്രയും മൂല്യവത്തായ അവര് കണ്ടിരുന്ന പ്രധാനപ്പെട്ട കവിതകൾ എന്ന അർത്ഥത്തിലാണ് അസ്സുമൂത്ത് എന്ന പേര് വന്നിട്ടുള്ളത്. മുദഹബാത്ത് എന്ന് പറഞ്ഞാൽ ലികിതാബത്തിഹ ബിദ്ദഹബി ഔ ബിമാഇഹി എന്ന് വെച്ചാൽ സ്വർണം കൊണ്ട് അല്ലെങ്കിൽ സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതിയിട്ടുള്ള കവിതകൾ എന്ന അർത്ഥത്തിലാണ് അൽ മുദഹബാത്ത് എന്ന പേര് വന്നിട്ടുള്ളത്. പിന്നെ ഇതേപോലെ മുഅല്ലഖാത്തിന്റെ ആളുകളിൽ പെടാത്തത് ഏതാണ്? അപ്പോ ആ 10 ആളുകളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം, ധാരണ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ ഇതിലിപ്പോ ഖൻസ ആണ് ആ ഗണത്തിൽ പെടാത്തത്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, അസ്ഹാബുൽ മുഅല്ലഖാത്തിൽ പെട്ടതാണ്. ആരൊക്കെ? അബീദ് ബിൻ അബ്രസ്, ആയിഷ, അന്നാബിക എന്ന് വെച്ചാൽ 7 കഴിഞ്ഞ് പിന്നെ
പ്ലസ് 3 എന്ന് പറഞ്ഞതിൽപ്പെട്ട ആളുകളാണ് ഈ 3 പേരും. ആരൊക്കെ? ആയിഷയും നാബിഗയും അബീദ് ഇബ്നു അബ്രസും. അപ്പോ ആദ്യത്തെ 7 പേര് ആരൊക്കെയാണ്? ആ 7 പേര് നമ്മൾ പെട്ടെന്ന് നോക്കി വെച്ചാൽ മതി. ഇമ്രുൽ ഖൈസ്, സുഹൈർ ഇബ്നു അബി സുൽമ, തൊറഫ, ലബീദ്, അൻതറ, ഉമർ, അംർ ഇബ്നു കുൽസൂം, അൽ ഹാരിസ് ഇബ്നു ഹല്ലിസ. ഇത്രയും പേരാണ് ആദ്യത്തെ 7 പേര്. ഇതിലേക്ക് പിന്നെ ഈ ലാസ്റ്റ് നമ്മളിപ്പോ ചോദ്യത്തിൽ കണ്ട 3 പേര്, നാബിഗ, ആയിഷ, അബീദ് ഇബ്നു അബ്രസ്, അവര് കൂടി വന്ന് ടോട്ടൽ എത്ര പേരായി? 10 മുഅല്ലഖ ആയി. അഥവാ ആ 10 മുഅല്ലഖയുടെ ആളുകളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇനി അവരുമായി ബന്ധപ്പെട്ട് അവരിൽ 2 പേർക്കല്ലാത്ത എല്ലാവർക്കും ഹബീബത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഹബീബത്തുമാർ ആരൊക്കെയാണ്? അതേപോലെ ഓരോ മുഅല്ലഖയുടെയും ആദ്യ വരി പഠിച്ചു വെക്കുക. ആദ്യ വരി പഠിച്ചു വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ അതിന്റെ ബഹർ ചോദിക്കും, അതേപോലെ തന്നെ അതിന്റെ കാഫിയ ചോദിക്കും. അതൊക്കെ നമുക്ക് ആ ഒറ്റ വരി പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ അവരുടെ കബീലകൾ ഏതാണ്? അതിൽ ചിലരിപ്പോ അറിയപ്പെട്ടത് അവരുടെ ലഖബുകളിലാണ്. ഏതുപോലെ? ഇപ്പൊ നാബിഗ അദ്ദുബിയാനി, അദ്ദേഹത്തിന്റെ പേര് നാബിഗ എന്നല്ല, അദ്ദേഹം അറിയപ്പെട്ട പേരാണത്. അതേപോലെ തന്നെ ആയിഷയും അദ്ദേഹം അറിയപ്പെട്ട പേര് ലഖബാണ്. അപ്പൊ അവരുടെയൊക്കെ യഥാർത്ഥ പേരെന്ത്? അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കി വെക്കേണ്ടത്. നാബിഗയുടേത് സിയാദ് ഇബ്നു മുആവിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആയിഷയുടേത് മൈമൂൻ ഇബ്നു ഖൈസ് എന്നാണ്. ഇമ്രുൽ ഖൈസ് എപ്പോഴും നമ്മൾ പറയുന്ന പേരാണ്, പക്ഷെ അദ്ദേഹത്തിന്റെ പേരതല്ല, ഇമ്രുൽ ഖൈസ് എന്നല്ല, അത് അദ്ദേഹം അറിയപ്പെട്ട പേരാണ്. മറിച്ച് അദ്ദേഹത്തിന്റെ പേര് ജുൻദുഹ് ഇബ്നു ഹുജർ എന്നാണ്. ഓക്കെ, ജുൻദുഹ് ഇബ്നു ഹുജർ. ശരി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തെ കുറിച്ചും കൃത്യമായ ധാരണ നമുക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഭാഗങ്ങളൊക്കെ കുറിച്ച്, ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഏത് ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പൊക്കെ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇപ്പോ ഈ സമീപകാലത്ത് ഒരു പക്ഷേ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, നമ്മൾ മുമ്പ് അറബി ഭാഷയുമായി ബന്ധപ്പെട്ട ഡിഗ്രിക്കോ പ്രിലിമിനറിക്കോ ഒക്കെ പഠിച്ച ഭാഗങ്ങൾ തന്നെ ആയിരിക്കും. പക്ഷെ പിന്നെ നമ്മൾ ടച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പൊ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്ത് പഠിച്ചാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേട്ടിട്ട് നിഷ്പ്രയാസം ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ ഇസ്ലാമിക് ലിറ്ററേച്ചറിലെ ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ് ഇനി വേണ്ടത്. സമയം ഏകദേശം ആയതുകൊണ്ട് തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസും അതേപോലെ അതിനോടനുബന്ധമായ കാര്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. എന്നാൽ ഈ ഒരു ഡിസംബറിൽ വരുന്ന കേട്ടത്തിൽ തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കും. പഠനമല്ലാതെ കുറുക്കുവഴികളൊന്നുമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അല്പസമയം ചെലവഴിച്ചാൽ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാവുന്നതാണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ എല്ലാവരും ഇത്തവണ തന്നെ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതിന് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ ഒരു സെഷൻ ഹദീസിന്റെ ക്ലാസ്സിൽ ലഈഫും മുർസലും പറഞ്ഞു രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത് രണ്ടും ഷർത്ത് നഷ്ടപ്പെട്ടതാണെന്നാണ് പറഞ്ഞിരുന്നത്. സഹാബി ഇല്ലാതെ നേരിട്ട് റസൂൽ. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസപ്പെട്ടത് എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. ഏതാണ്? അല്ല, ലഈഫ് എന്ന് ലഈഫും പറഞ്ഞാൽ മുർസലും. സഹാബി ആവണമെന്നില്ല. ലഈഫ് എന്ന് പറഞ്ഞാൽ അവിടെ ആ പരമ്പരയിൽ നിന്ന് സ്വഹാബിന്റെ ഭാഗം നഷ്ടപ്പെടണം എന്നുള്ളത് മാത്രം ആയിക്കൊള്ളണമെന്നില്ല. മുർസലാവുമ്പോ എന്താ വെച്ചാൽ ഈ പറഞ്ഞ അവസാനത്തെ കണ്ണിയായിട്ടുള്ള സ്വഹാബി നഷ്ടപ്പെടും. അവസാനത്തെ കണ്ണി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, പിന്നെ ആ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന്, അങ്ങനെ പോയി പിന്നെ താബി എത്തും. പിന്നെ താബി ആരിൽ നിന്നാണ്? സ്വഹാബിയിൽ നിന്ന്. സ്വഹാബിയാണ് റസൂൽ എന്ന് കേൾക്കുക. അപ്പൊ അതിൽ അവസാനത്തെ കണ്ണിയാണ് ശരിക്കും സ്വഹാബി. ആ സ്വഹാബി ഇല്ലാതെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിനാണ് ഹദീസ് മുർസൽ എന്ന് പറയാം. എന്നാൽ ലഈഫായ ഹദീസ്, ഈ പറഞ്ഞ മുർസലായ ഹദീസ് അതിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇമാം ബുഖാരി എന്ത് ചെയ്യാണ്? നേരെ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ പറയാതെ അദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദിൽ നിന്ന് നേരിട്ട് ഒരു ഹദീസ് പറയുകയാണെങ്കിൽ അതും ഏതിൽ പെടും? ലഈഫായ ഹദീസിൽ പെടും. അപ്പം ലഈഫായ ഹദീസിൽപ്പെട്ട ഒരു ഇനമാണ് ഏത്? ഹദീസ് മുർസൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലഈഫായ ഹദീസുകളിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിലിപ്പോ സാധാരണ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഇനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്? ഹദീസ് മുർസൽ മാത്രം പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഷാദായ ഹദീസുകൾ, ഒരുപാട് ഹദീസുകളുണ്ട്, ഗരീബായ ഹദീസുകളുണ്ട്. ഓക്കെ. അപ്പൊ ഏതായാലും നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇത്രയും സമയം എല്ലാവരും വളരെ ആക്റ്റീവായി പങ്കെടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായ നന്ദി കൂടി അറിയിക്കുന്നു. ശുക്രൻ അലാ ഹുസ്നി ഇസ്തിമാഇക്കും വലിസ്ഗാഇക്കും വ ഇലാഹുന അത്റുകുക്കും ഫി റഅയത്തില്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.